മെനി വേസ് ഓഫ് മൂവ്മെന്റ്. നമുക്ക് ചുറ്റുപാടുമുള്ള ജീവികളുടെ സഞ്ചാര രീതികൾ ഒരുപോലെയല്ല, അവ പലതരമാണ്. വാക്കിംഗ് ക്രിയേച്ചേഴ്സ്, ക്രോളിംഗ് ക്രിയേച്ചേഴ്സ്, ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ്, സ്വിമ്മിംഗ് ക്രിയേച്ചേഴ്സ്. നടക്കുന്ന ജീവികളുണ്ട്, ക്രോളിംഗ് ഇഴയുന്ന ജീവികളുണ്ട്, പറക്കുന്ന ജീവികളുണ്ട്, നീന്തുന്ന ജീവികളുണ്ട്. അങ്ങനെ അവ സഞ്ചരിക്കാൻ പല രീതികളാണ് യൂസ് ചെയ്യുന്നത്. വാക്കിംഗ് ക്രിയേച്ചേഴ്സ്: ഡോഗ്, ഹോഴ്സ്, ജിറാഫ്, ഗോട്ട്, ക്യാമൽ, ക്യാറ്റ്, കൗ, സീബ്ര. കുറച്ച് പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ആഡ് ചെയ്യുക. ക്രോളിംഗ് ക്രിയേച്ചേഴ്സ്: ഇഴയുന്ന ജീവികൾ. സ്നേക്ക്, സ്നെയിൽ, എർത്ത് ലീച്ച്, worms, lizard, crocodile. ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ്: പറക്കുന്ന ജീവികൾ. ഈഗിൾ, ക്രോ, പാരറ്റ്, ബട്ടർഫ്ലൈ, പീജിയൻ, ഡ്രാഗൺ ഫ്ലൈ, ഹോൺബിൽ. എല്ലാ പക്ഷികളും പറക്കുന്നവയാണ്. കൂടുതൽ പക്ഷികൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. സ്വിമ്മിംഗ് ക്രിയേച്ചേഴ്സ്, സ്വിമ്മിംഗ് ആനിമൽസ്. ഫിഷസ്, ബ്ലൂ വെയിൽ, ഡോൾഫിൻ, പെൻഗ്വിൻ, ഒക്ടോപ്പസ്, ഷാർക്ക്, ടേർട്ടിൽ. ഇങ്ങനെ നീന്താൻ കഴിയുന്ന ജീവികളെ ഈ ലിസ്റ്റിലേക്ക് എഴുതി ചേർക്കുക. ഇത് പേജ് നമ്പർ 27 ആക്ടിവിറ്റി ആണ്. ടെക്സ്റ്റിൽ എഴുതാനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് ഇത് ഫിൽ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 28. ഈസ് ദെയർ എനി ക്രിയേച്ചർ ദാറ്റ് മൂവ്സ് ഇൻ ഡിഫറെന്റ് വേ? ഇപ്രകാരം അല്ലാതെ വേറെ രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ? ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് ക്രിയേച്ചേഴ്സ് ലൈക്ക് ഫ്രോഗ്, ഗ്രാസ് ഹോപ്പേഴ്സ് എക്സെട്ര. തവളയെയും പുൽച്ചാടിയെയും നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ചലനം എപ്രകാരമാണ്? അത് ഹോപ്പിംഗ് ആണ്, അതായത് ചാടി ചാടി നടക്കുക. ഫ്രോഗ്, കങ്കാരു, ഗ്രാസ് ഹോപ്പർ, റാബിറ്റ്സ് ഇവയൊക്കെയും സഞ്ചരിക്കാനായിട്ട് ഹോപ്പിംഗ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഹാൻഡ് ബുക്കിന്റെ പേജാണ്. കങ്കാരു, പുൽച്ചാടി, തവള അവ എപ്രകാരമാണ് ഈ ചാടിച്ചാടി നടക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശക്തമായ പിൻകാലുകളാണ് ഇവയ്ക്കുള്ളത്. അവയെ ഉപയോഗിച്ചിട്ടാണ് ഇവർ മുമ്പോട്ട് ചാടുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് വായിക്കുക. അതിനുശേഷം ജീവികളുടെ ശരീരത്തിന്റെ പ്രത്യേകതയും അവയുടെ സഞ്ചാര രീതിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈസ് ദെയർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ദ മൂവ്മെന്റ്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ്? ഇപ്പോൾ വാക്കിംഗ് ക്രിയേച്ചേഴ്സിന് കോമൺ ആയിട്ടുള്ള ശരീരഭാഗം ഏതാണ്? ഇഴയുന്ന ജീവികൾക്ക്, ക്രോളിംഗ് ആനിമൽസിന് ഇല്ലാത്ത ശരീരഭാഗം ഏതാണ്? പറക്കാൻ സഹായിക്കുന്ന ശരീരഭാഗം ഏതാണ്? ജീവികൾ നീന്താൻ ഉപയോഗപ്പെടുത്തുന്നത് ഏതെല്ലാം ശരീരഭാഗങ്ങളാണ്? ചാടിച്ചാടി സഞ്ചരിക്കുന്ന ജീവികൾക്ക് മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത്? ഇത് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അതിനുശേഷം വരുന്ന ആക്ടിവിറ്റി ജീവികൾ, ബോഡി ഫീച്ചേഴ്സ്, മൂവ്മെന്റ്സ്. ഹോഴ്സ്, ബോഡി ഫീച്ചേഴ്സ്, 4 legs that bend backwards, അതായത് പിന്നോട്ട് മടക്കാൻ കഴിയുന്ന മുൻകാലുകൾ. ടെക്സ്റ്റ് ബുക്കിൽ ആ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. FOUR4 എന്നുള്ളത് FORE4 മുൻകാലുകൾ എന്നാക്കണം. മലയാളം ടെക്സ്റ്റിൽ അപ്രകാരം തന്നെയാണ്. മൂവ്മെന്റ്സ്: വാക്ക്, റൺ. സ്നേക്ക്, നോ ലെഗ്സ്, പാമ്പിന് കാലുകളില്ല. ഹോൾ ബോഡി ഈസ് യൂസ്ഡ് ഫോർ ലോക്കോമേഷൻ. മൂവ്മെന്റിനായിട്ട് ഫുൾ ബോഡി യൂസ് ചെയ്തിട്ടാണ് പാമ്പ് സഞ്ചരിക്കുന്നത്. ഇതിന് ക്രോൾ, സ്വിം ഇഴയാനും നീന്താനും കഴിയും. പീജിയൻ, ഇറ്റ് ഹാസ് ലെഗ്സ് ആൻഡ് വിങ്സ്, കാലുകളും ചിറകുകളുമുണ്ട്. മൂവ്മെന്റ്: വാക്കിംഗ്, ഫ്ലൈ, നടക്കാനും പറക്കാനും പ്രാവുകൾക്ക് കഴിയും. എല്ലാ പക്ഷികളുടെ കാര്യവും അപ്രകാരം തന്നെ. ഫിഷ്, ബോഡി പോയിന്റഡ് അറ്റ് ബോത്ത് എൻഡ്സ്, രണ്ട് എൻഡുകളും ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങളും കൂർത്ത ആകൃതിയാണ് മീനിനുള്ളത്, ഒരു തോണി പോലെ. അപ്പോൾ മുന്നോട്ട് സ്പീഡിൽ പോകാനായിട്ട് അതിന് സാധിക്കും. വിങ്സ് ഓൺ ദ സൈഡ്സ് ആൻഡ് ടെയിൽ, അതായത് മീനിന്റെ ശരീരഭാഗങ്ങളുണ്ട് ചിറകുകൾ പോലെ ഭാഗങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള വിങ്സ് എന്ന്. മൂവ്മെന്റ്: സ്വിമ്മിങ്, മീനിന് നീന്താനായിട്ടാണ് സാധിക്കുക.
പേജ് നമ്പർ 28 ആക്ടിവിറ്റിയാണ്. ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് എ ഡക്ക്. ഒരു താറാവിനെ നിരീക്ഷിക്കുക. ആർ ദെയർ ക്രിയേച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ മോർ ദാൻ വൺ വേ? ഫൈൻഡ് ദം ഔട്ട്. ഒരു രീതിയിൽ മാത്രം അല്ലാതെ സഞ്ചരിക്കുന്ന ജീവികളെ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ താറാവിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം ജീവികളുടെ വീഡിയോ ക്ലാസ്സിൽ എക്സിബിറ്റ് ചെയ്യണം എന്നാണ് ഹാൻഡ് ബുക്കിലുള്ളത്. ഇപ്പോൾ താറാവിന് നടക്കാനും നീന്താനും പറക്കാനും കഴിയും. ഇപ്പോൾ സാധാരണ പക്ഷികൾ പറക്കുന്നത്ര ഹൈറ്റിലൊന്നും അല്ല, എങ്കിലും താറാവ് അത്യാവശ്യം പറക്കുന്ന ജീവിയാണ്. ലോക്കോമേഷനായിട്ട് സഞ്ചരിക്കാനായിട്ട് പല രീതികൾ പ്രയോജനപ്പെടുത്തുന്ന ജീവികളാണ് ടോർട്ടസ്, ആമ, സ്വിം, വാക്ക്, ക്രോൾ. ക്രൊക്കഡൈൽ, സ്വിം, വാക്ക്, ക്രോൾ. ഈ ജീവികൾക്ക് ഒന്നിൽ കൂടുതൽ രീതിയിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അപ്രകാരം തന്നെ ഉള്ള വേറൊരു ജീവിയാണ് ഫ്രോഗ്. Each creature has a movement based on the features of its body and the environment that it lives. എല്ലാ ജീവികളും സഞ്ചരിക്കാനായിട്ട് ശാരീരിക പ്രത്യേകതകളുണ്ട്. അതുപോലെ അതിൻ്റെ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടാണ് അതിൻ്റെ സഞ്ചാര രീതി ഉള്ളത്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 29, ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്. അവിടെ ഒരു പ്രേയിങ് മാൻറ്റിസ്, തൊഴുകയൻ പ്രാണിയുടെയും ബട്ടർഫ്ലൈയുടെയും കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ആർ മൈ ഫുഡ്. പ്രേയിങ് മാൻറ്റിസിൻ്റെ ഫുഡ് ഉറുമ്പുകളും ചെറിയ ഷഡ്പദങ്ങളുമാണ്. ഐ ലൈക്ക് ദ സ്വീറ്റ് നെക്ടാർ ഓഫ് ഫ്ലവേഴ്സ്. എനിക്ക് പൂക്കളിലെ തേനാണ് ഇഷ്ടം. ഹാവ് യു റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രേയിങ് മാൻറ്റിസ് ആൻഡ് ബട്ടർഫ്ലൈ? വാട്ട് ഡിഡ് ദേ സേ? ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഓഫ് എ ഫ്യൂ അതർ ക്രീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. അപ്പോൾ പേജ് നമ്പർ 29 തന്നിരിക്കുന്ന ടേബിളിൽ ജീവികളുടെ ആഹാരം എന്തൊക്കെയാണെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. കൗ, ഗ്രാസ് ആൻഡ് ഹേ. പുല്ലും വൈക്കോലും ആണ്, അതുകൊണ്ട് അതൊരു വെജിറ്റേറിയൻ ആണ്, അതായത് ഹെർബിവോറാണ്. ക്രോ, കാക്ക. സീരിയൽസ്, ഫ്രൂട്ട്സ്, റോഡൻസ്. റോഡൻസ് എന്ന് പറയുമ്പോൾ എലിയുടെ വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ്. ഇൻസെക്ട്സ്, വെജിറ്റബിൾസ്, സ്പൈഡേഴ്സ്, സ്നെയിൽസ്, ലെഗ്യൂംസ്. പയർവർഗത്തിൽപ്പെട്ട ചെടികൾ. അപ്പോൾ കാക്ക ഒരു മിക്സഡ് തരത്തിലുള്ള ഫുഡ് കഴിക്കുന്ന ജീവിയാണ്. അതുപോലെ എലിഫൻറ്റ്, സ്ക്വിറൽ, ഹോക്ക് എന്ന് പറയുമ്പോൾ പരുന്ത്. അപ്പോൾ എല്ലാ ജീവികളുടെയും കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ടെക്സ്റ്റ് ബുക്ക് 29 എഴുതാനായിട്ട് സ്പേസ് ഉണ്ട്, അങ്ങോട്ടേക്ക് നോക്കി എഴുതുക. ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ്. ഡോഗ്സും ക്യാറ്റ്സും ശരിക്കും കാർണിവേഴ്സ് തന്നെയാണ്, മാംസാഹാരികളാണ്. അവയുടെ ബോഡി സ്ട്രക്ചർ അപ്രകാരമാണ്. പക്ഷേ മനുഷ്യരുടെ കൂടെ ഇണങ്ങി ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവയുടെ ഫുഡിൻ്റെ രീതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ അവർ മാംസാഹാരികളാണ്. ഇണങ്ങി ജീവിക്കുന്നത് കൊണ്ടുണ്ടായ വ്യത്യാസമാണ്. ഇത് ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഹാൻഡ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഡു ഓൾ ദ ക്രിയേച്ചേഴ്സ് ഇൻ ദിസ് ലിസ്റ്റ് ഈറ്റ് ദ സെയിം ടൈപ്പ് ഓഫ് ഫുഡ്? എല്ലാ ജീവികളും ഒരേ ടൈപ്പ് ഫുഡാണ് കഴിക്കുന്നത്. Does an organism eat only one food? ഒരു ഓർഗാനിസം ഒരു തരം ഫുഡ് മാത്രമാണ് കഴിക്കുന്നത്. Can this organism be classified based on their diet? അപ്പോൾ അവരുടെ ഡയറ്റിനനുസരിച്ചിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? How the criteria can be adopted? അങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഏത് രീതി നമ്മൾ സ്വീകരിക്കും? Which ones eat only plant parts? ആരാണ് പ്ലാന്റ് പാർട്സ് മാത്രം കഴിക്കുന്നത്? What are the meat eaters? ഇപ്രകാരമുള്ള ക്വസ്റ്റ്യൻസിലൂടെ ആനിമൽസ് ആൻഡ് ദെയർ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഫുഡിൻ്റെ രീതികളെക്കുറിച്ച് ഡിസ്കഷൻ ചെയ്യുക. Which among the creatures eat only parts of the plant? അപ്പോൾ തന്നിട്ടുള്ള ടേബിളിൽ പ്ലാന്റ് പാർട്സ് മാത്രം കഴിക്കുന്ന ജീവികൾ നോക്കുമ്പോൾ അത് കൗ, എലിഫൻറ്റ് ഇവരാണുള്ളത്. Which creatures eat only meat? മീറ്റ് മാത്രം കഴിക്കുന്നത്, മാംസം മാത്രം കഴിക്കുന്നത് ഹോക്ക്, ഫ്രോഗ്, പരുന്തും തവളയും. Which creatures eat both plants and meat? സസ്യവും മാംസവും കഴിക്കുന്നവർ ക്രോ, സ്ക്വിറൽ, കിങ്ഫിഷർ, ഹെൻ. Herbivores. The creatures which eat only plant parts are called herbivores. ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് ഈ പോർഷൻ. സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളാണിവർ. Carnivores. The creatures which eat only meat are called carnivores. മാംസം മാത്രം കഴിക്കുന്നവരാണ് മാംസാഹാരികൾ. Omnivores. Omnivores are creatures that eat both plants and meat. സസ്യവും മാംസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജീവികളാണ് ഓംനിവേഴ്സ്, അതായത് മിശ്രാഹാരികൾ എന്ന് പറയുന്നത്.
പേജ് നമ്പർ 30-ൽ കളർ ദി സർക്കിൾസ് ഇൻ ദി ബോക്സ് അക്കോർഡിംഗ് ടു ദ ക്ലൂസ് ഗിവൻ. ഒരേ ടൈപ്പിൽ സഞ്ചരിക്കുന്ന ജീവികൾക്ക് ഒരേ കളർ കൊടുക്കാനുള്ള പോർഷനാണ്. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ജീവിയിൽ കാർണിവോർസ് എന്ന് പറയുന്നത് ടൈഗർ, ഫ്രോഗ്, ലിസാർഡ്. ഹെർബിവോർസ് കൗ, ഡിയർ, ബഫല്ലോ, ബട്ടർഫ്ലൈ. ഒമിനിവോർസ് ഹെൻ, വാസ്പ്, റാറ്റ്. വാസ്പ് എന്ന് വെച്ചാൽ കടന്നലാണ്. Herbivores cow, goat, deer, horse, giraffe, rabbit, zebra. ഇത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 30-ലെ പോർഷനാണ്. കാർണിവോർസ് മാംസാഹാരികൾ ലയൺ, ലെപ്പേർഡ്, പോളാർ ബെയർ, വോൾഫ്, ക്രൊക്കോഡൈൽ, ഫോക്സ്, ക്യാറ്റ്, ഡോഗ്. ഓംനിവോർസ് ക്രോ, ഹ്യൂമൻ ബീങ്സ്, hen, duck, pig, cockroach and rat. ജീവികളുടെ ശരീര പ്രത്യേകതകളും അവയുടെ ആഹാര രീതികളും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ക്രീച്ചേഴ്സ് ആൻഡ് ദെയർ ഫുഡ് ഹാബിറ്റ്സ്. താറാവിന്റെ തൂവലുകൾക്ക് എണ്ണമയം ഉണ്ട്. അതുപോലെ ത്വക്കിനടിയിലെ കൊഴുപ്പ് ഇത് വെള്ളത്തിൽ അനായാസം നീന്താൻ സഹായിക്കുന്നു. തുഴ പോലുള്ള കാലുകൾ വെബ്ഡ് ഫീറ്റ് നീന്തൽ എളുപ്പമാക്കുന്നു. പരന്ന ചുണ്ടുകൾ മീനുകളെ വായ്ക്കുള്ളിലാക്കാൻ സഹായിക്കുന്നു. അതുപോലെ പരുന്ത് വിസ്താരമുള്ള ചിറക്, കാഴ്ചശക്തി, വളഞ്ഞു കൂർത്ത കൊക്ക്, നഖം. അതേസമയം തവളയുടെ ബോഡി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നീളമുള്ള പശിമയുള്ള നാവുണ്ട്. അതുപയോഗിച്ച് ഇരയെ വേഗം പിടിക്കുന്നു. സിംഹം കരുത്തുറ്റ ശരീരവും പിന്നെ വേഗത്തിലോടാനുള്ള കഴിവ്, കൂർത്ത പല്ലുകൾ, കൂർത്ത നഖങ്ങൾ. അപ്പോൾ ജീവികളുടെ ബോഡി ഫീച്ചേഴ്സും ഫുഡ് ഹാബിറ്റ്സ് തമ്മിൽ കണക്റ്റഡ് ആണ്. ആ പോർഷനാണ് അവിടെ ഉള്ളത്. പേജ് നമ്പർ 31. ഡക്ക് താറാവ് ഓയിലി ഫെദേഴ്സ് ഹെൽപ്സ് ടു മൂവ് ഈസിലി ഇൻ വാട്ടർ. എണ്ണമയമുള്ള തൂവലുകൾ വെള്ളത്തിൽ വേഗം മൂവ് ചെയ്യാൻ താറാവിനെ സഹായിക്കുന്നു. വെബ്ഡ് ഫീറ്റ് അതായത് തുഴ പോലുള്ള കാലുകൾ മേക്ക് സ്വിമ്മിങ് ഈസിലി നീന്തൽ വേഗത്തിലാക്കുന്നു. ഫ്ലാറ്റ് ലിപ്സ് പരന്ന കൊക്കുകൾ ഹെൽപ്സ് ടു കീപ് ഫിഷ് ഇൻ മൗത്ത്. ഹോക്ക് ഈഗിൾ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്ക് കട്ടിയുള്ള ഷാർപ്പായിട്ടുള്ള ബീക്കാണ് കൊക്കുകൾ. സ്ട്രോങ് ലെഗ്സ് ബലമുള്ള കാലുകൾ. ഷാർപ്പ് ബെൻഡ് ക്ലോസ് ഷാർപ്പായിട്ടുള്ള വളഞ്ഞ നഖങ്ങൾ. എക്സലന്റ് വിഷൻ നല്ല കാഴ്ചശക്തി. ഫ്രോഗ് തവള സ്റ്റിക്കി ആൻഡ് ലെങ്തി ടങ് ക്യാൻ ക്വിക്ക്ലി എക്സ്റ്റെൻഡ് ഔട്ട് ആൻഡ് ട്രാപ്സ് ദ പ്രേ ഇൻസൈഡ് ദ മൗത്ത്. അതായത് സ്റ്റിക്കി പശയുള്ളതും നീളമുള്ളതുമായ നാവ് ക്യാൻ ക്വിക്ക്ലി എക്സ്റ്റെൻഡ് പെട്ടെന്ന് പുറത്തേക്ക് നീട്ടാനായിട്ട് സാധിക്കും. ആൻഡ് ട്രാപ്പ് ദ പ്രേ ഇൻസൈഡ് ദ മൗത്ത് അങ്ങനെ ഇരയെ പിടിക്കുന്നു. ലയൺ ഷാർപ്പ് നെയിൽസ് ഷാർപ്പായിട്ടുള്ള നഖങ്ങൾ. ഷാർപ്പ് പോയിന്റഡ് ടീത്ത് ഷാർപ്പായിട്ടുള്ള കൂർത്ത പല്ലുകൾ. സ്ട്രോങ് ലെഗ്സ് ബലമുള്ള കാലുകൾ. എബിലിറ്റി ടു റൺ ഫാസ്റ്റ് ഇരയുടെ ബാക്കിൽ ഓടാനായിട്ട് ശക്തമായ നല്ല സ്പീഡുണ്ട് സിംഹത്തിന്. അപ്പോൾ ഇത് പേജ് നമ്പർ 31 വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കുക. കാർണിവേഴ്സ് യൂസ് their sharp nails to attack their prey. മാംസാഹാരികൾ അവരുടെ ഷാർപ്പായിട്ടുള്ള നെയിൽ ഉപയോഗിച്ചിട്ടാണ് ഇരകളെ പിടിക്കുന്നത്. They use their sharp pointed teeth to bite and tear the prey. ഇരയെ കടിച്ചു കീറാനായിട്ട് അവരുടെ കൂർത്ത പല്ലുകൾ യൂസ് ചെയ്യുന്നു. ഇനി കാർണിവോർ ബേർഡ്സ് മാംസാഹാരികളായ പക്ഷികൾ ക്യാൻ പെക്ക് ആൻഡ് ഈറ്റ് their prey with their strong and sharp beak. ശക്തമായ കൊക്കുകളാണ് അവർക്കുള്ളത്. അപ്പോൾ അതുപയോഗിച്ചിട്ട് ഇരയെ കൊത്തിയെടുക്കാൻ പറ്റും. സ്ട്രോങ് ലെഗ്സ് ബലമുള്ള കാലുകൾ. ഷാർപ്പ് ബെൻഡ് ക്ലോക്സ് ശക്തവും വളഞ്ഞതുമായ കാൽനഖങ്ങൾ ഉപയോഗിച്ചിട്ട് അവർ ഫുഡിനെ പിടിക്കുന്നു. The structure of the teeth of herbivores is suited to chew plant parts. സസ്യാഹാരികളായ ജീവികളുടെ പല്ലുകൾ ചെടികളുടെ ഭാഗങ്ങൾ ചവയ്ക്കുന്നതിന് അനുയോജ്യമായ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ജീവികൾക്കും അവരുടെ സാഹചര്യത്തിനും സഞ്ചാര രീതിക്കും അനുയോജ്യമായ ശരീരഭാഗമാണുള്ളത്. ഇതാണ് ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ് എന്ന ഭാഗത്തിലുള്ളത്.